നമസ്കാരം. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ പുരുഷന്മാരെ ഒരുപക്ഷെ കാണുകയുള്ളൂ. സംസ്ഥാനത്ത് ഒരുപക്ഷെ കെ.എസ്.ആർ.ടി.സിയേക്കാളും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ നഷ്ടത്തിലായി കട്ടപ്പുറത്ത് കയറ്റേണ്ടി വരും. ഇപ്പോൾ തന്നെ പ്രൈവറ്റ് ബസ് മുതലാളിമാർ ആശങ്കയിലാണ്. വർദ്ധിച്ചു വരുന്ന റോഡ് ടാക്സുകളും ഇന്ധനവിലയും മറ്റു ഫീസുകളും ടോളുകളും ജീവനക്കാരുടെ ശമ്പളവും എല്ലാം കൂടി ഭാരിച്ച തുകകളാണ് ചെലവ് വരുന്നത്. ഇതൊന്നും താങ്ങാനാവുന്നതല്ല. അതിൻ്റെ കൂടെ യാത്രക്കാർ കൂടി കുറഞ്ഞാൽ ഈ വ്യവസായം എന്നേക്കുമായി പൂട്ടിക്കെട്ടേണ്ടി വരുമെന്നാണ് മുതലാളിമാരുടെ പേടി. ഒരു ബസ്സിനെ ആശ്രയിച്ച് എത്ര കുടുംബങ്ങളാണ് ജീവിക്കുന്നത്? എത്ര കുടുംബങ്ങളുടെ അടുക്കളയാണ് പുകയുന്നത്? ഇതൊക്കെ നിർത്തലാക്കിയാൽ തെരുവിലിറങ്ങുക അല്ലാതെ മറ്റ് വഴികളൊന്നുമില്ലെന്നാണ് ഒരു പ്രൈവറ്റ് ബസ് ജീവനക്കാരൻ പങ്കുവച്ചത്. അവൻ്റെ കുടുംബം പട്ടിണിയിലാകുമെന്ന പേടിയാണ്. രാവിലെ ഈ പേടിയിലാണ് ജോലിക്ക് വരുന്നത്. സർക്കാർ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കണം. പ്രൈവറ്റ് ബസ്സുകൾ നിലനിർത്താൻ, അവർക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ആലോചിക്കണം. ടാക്സ് കുറച്ചാൽ സർക്കാരിൻ്റെ വരുമാനം വീണ്ടും കുറയും. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ബദൽ സംവിധാനം ആലോചിക്കണം. സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്ത സ്ഥിതിക്ക് അത് നടപ്പിലാക്കണം. അതേസമയം ഈ പേര് പറഞ്ഞ കെ.എസ്.ആർ.ടി.സി നാളെ മുതൽ ഉത്തരവാദിത്തമില്ലാത്ത ഒരു പ്രസ്ഥാനമായി മാറാൻ പാടില്ല. സൗജന്യ യാത്ര ആവശ്യമുള്ള സ്ത്രീകൾക്ക് സ്വൈപ്പ് കാർഡ് നൽകണം. അതിന് QR കോഡ് സ്കാൻ ചെയ്ത് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്താൽ ഓൺലൈനായി കാർഡ് നൽകണം. മൊബൈൽ നമ്പർ അടിസ്ഥാനമാക്കി ഐഡൻറ്റിഫിക്കേഷൻ OTP നമ്പർ വെച്ച് വെരിഫൈ ചെയ്യണം. കാർഡിൽ പേരും വയസ്സും രേഖപ്പെടുത്തണം. കാർഡ് മാറി ഉപയോഗിച്ചാൽ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തണം. പിന്നെ ഒരിക്കലും അവർക്ക് കാർഡ് കൊടുക്കരുത്. ഓൺലൈനായി എടുക്കാൻ പറ്റാത്തവർക്ക് അക്ഷയ സെൻറ്റർ വഴി ക്രമീകരിക്കണം. ഓൺലൈനായി കിട്ടിയ കാർഡ് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ മൊബൈൽ GPay പോലെ സ്വൈപ്പ് ചെയ്യാൻ അവസരം കൊടുക്കണം. ഒരു വനിതയ്ക്ക് ഒരു ദിവസം 4 സ്വൈപ്പിംഗ് മാത്രമേ പാടുള്ളൂ എന്ന നിബന്ധന വയ്ക്കണം. അതായത് ഒരു സ്ഥലത്ത് പോകാൻ പരമാവധി 2 ബസ്സുകളിൽ കയറാം. അതുപോലെ തിരികെ വരാം. ദൂരം പ്രശ്നമാക്കരുത്. ബസ് ബ്രേക്ക് ഡൗൺ ആയാൽ ആ ബസ്സിലെ സ്വൈപ്പിംഗ് ക്യാൻസലാക്കണം. കാർഡ് എല്ലാ വർഷവും പുതുക്കിക്കണം. എത്ര സ്വൈപ്പിംഗ് നടന്നു എന്നത് കാൽക്കുലേറ്റ് ചെയ്ത് സർക്കാർ കെ.എസ്.ആർ.ടി.സിക്ക് മാസം തോറും പണം നൽകണം. വനിതാ സൗജന്യം നാടിനൊരു ബാധ്യതയോ കെണിയോ ആകരുത്. കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ നാടോടി വനിതകൾ കൈയടക്കാൻ അനുവദിക്കരുത്. അതിനുള്ള സാധ്യതയുണ്ട്. സൗജന്യ യാത്രയ്ക്ക് നിയന്ത്രണം വേണം. ഒപ്പം നിബന്ധനയും വേണം. സൗജന്യ യാത്ര കാര്യക്ഷമമായി നടത്തണം. പിന്നെ എല്ലാ ബസ്സുകളിലും സൗജന്യമാക്കാതെ ഓർഡിനറിയിൽ മാത്രം സൗജന്യമാക്കിയാൽ നഷ്ടം കുറയ്ക്കാമായിരുന്നു. അതുപോലെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ കേരളത്തിലുള്ളവരാണെന്ന് ID പ്രൂഫ് സമ്പ്രദായം നിർബന്ധമാക്കണം. അല്ലാതെ ലോകത്തിലുള്ള എല്ലാ വനിതകൾക്കും ഫ്രീ അനുവദിക്കുവാൻ പറ്റുമോ? കേരളത്തിലെ വനിതകൾ കർണാടകയിലോ തമിഴ്നാട്ടിലോ പോയാൽ ഫ്രീ യാത്ര അനുവദിക്കുമോ? എല്ലാ വനിതകൾക്കും എല്ലാ ബസ്സിലും ഫ്രീ എന്ന് പറഞ്ഞാൽ സ്വകാര്യ ബസ് മേഖല തകരുമെന്നുള്ളത് ഉറപ്പാണ്. അതിനോടൊപ്പം കെ.എസ്.ആർ.ടി.സിയും തകർന്നു പോകും. അതുപോലെ നാടോടികൾ കയറി നിരങ്ങി പിടിച്ചുപറിയും പോക്കറ്റടിയും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ പദ്ധതി നടപ്പാക്കാൻ.